السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, എന്താണ് എല്ലാവരുടെ വിശേഷം? സന്തോഷല്ലേ? റാഹത്തല്ലേ? അല്ലാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വാട്സപ്പിലൂടെയും കമന്റ് ബോക്സിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുഞ്ഞു മക്കള് വരെ രോഗികളാണ്. ഷാഫിയായ അല്ലാഹ്, ആര് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ 4 സ്വഭാവങ്ങൾ ഉള്ള ആള്. ഒരു മനുഷ്യന് 4 സ്വഭാവം അവനിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമോ ഒരു വിജയമോ ഒരു ബറക്കത്തോ ഒരു സമാധാനമോ ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈ 4 സ്വഭാവങ്ങളുള്ള ആൾ. നമുക്കൊക്കെ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടോ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തു സലാമത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ സ്വഭാവം സയ്യിദുനാ ആരംഭപ്പൂവായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സ്വലാത്ത്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വേണ്ടി കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് വേണ്ടി ദുആ ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. നാളെ മഹ്ശറിൽ കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന സമയം പലരും അവരുടെ തിന്മകൾക്കനുസരിച്ച് വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്ന അവസ്ഥ. അല്ലാഹ്, ആ സമയത്ത് നമുക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് കരഞ്ഞ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരേ ഒരു നേതാവ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ പേര് കേട്ട് സ്വലാത്തു ചൊല്ലാത്തവർ, സലാത്തും സലാമും പറയാത്തവർ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ട് സ്വലാത്തും സലാമും പറയാത്തവനാരാണോ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല, ഒരു സന്തോഷവും ലഭിക്കുകയില്ല, ഒരു വിജയവും ഉണ്ടാവുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുക മാത്രമല്ല, ശ്രദ്ധിക്കണേ, അവന്റെ ജീവിതത്തിൽ സ്വലാത്തുമായി ഒരു ബന്ധവുമില്ല. സ്വലാത്തുമായി അവന്റെ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല.
നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, മറ്റു സൽക്കർമ്മങ്ങൾ എല്ലാറ്റിലും സ്വലാത്തുണ്ട് അല്ലേ? എല്ലാത്തിലും സ്വലാത്തുണ്ട്. പക്ഷേ നമുക്ക് സ്വലാത്തല്ല, നേരല്ല. സ്വലാത്തിന് നാം ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്, അത്രയും പ്രാധാന്യം കൽപ്പിക്കേണ്ട വിഷയമാണ് സ്വലാത്ത്. സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒരാൾക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ ആരാണോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തന്നെ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേര് കേട്ട് സ്വലാത്തു ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ. ഇവിടെ ആ മുത്തായ തങ്ങളെ പേര് കേട്ട് സ്വലാത്തു ചൊല്ലാൻ നേരല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാലോ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തു ചൊല്ലാൻ നമുക്ക് കഴിയാറുണ്ടോ? അങ്ങനെ കുറെ ആളുകളുണ്ട്. അവരോട് ഞാൻ ഉണർത്ത, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, റാഹത്ത് വേണോ, വിജയം വേണോ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തിനെ മുറുകെ പിടിക്കുക. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടാകണം. എനിക്ക് മുത്തുനബിയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞത് കൊണ്ടായോ? ഇല്ല. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളെ പരിചയം വേണം. എനിക്ക് മുത്തുനബിയോട് പ്രേമമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളെ പരിചയം വേണം. എന്റെ പേരിൽ ആര് സ്വലാത്തു ചൊല്ലുന്നുവോ, ആര് സ്വലാത്ത് ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയും അതിന് ആളുകളെ കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് എന്റെ അരികിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. സ്വലാത്തിന്റെ മഹത്വം, സ്വലാത്തിന്റെ പ്രാധാന്യം എണ്ണിയാൽ തീരുമോ? എന്റെ ഈ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവർ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ എന്ന സുന്ദരമായ കുഞ്ഞു മജ്‌ലിസിലൂടെ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് സ്വലാത്തുകളല്ലേ നാം മദീനയിലേക്ക് സമർപ്പിക്കുന്നത്. ഓരോരുത്തരും 1000-ത്തിലധികം സ്വലാത്തല്ലേ സാധുവായി എന്റെ കൂടെ ഒരുമിച്ച് ചൊല്ലുന്നത്. അല്ലാഹു അത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മുത്തുനബി, ഒന്നാമത്തെ കാര്യം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, അവന്റെ ജീവിതത്തിൽ സ്വലാത്തുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ. മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തുണ്ടോ എന്നോ നിങ്ങൾ പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കണം, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലുന്നുണ്ട് റബ്ബേ. എനിക്കൊരു സങ്കടം വരുമ്പോ, അല്ലെങ്കിൽ എന്റെ മുറാദ് നേടിയെടുക്കാനാണോ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത്? അതല്ലാതെ ജീവിതം മുഴുവനും എന്റെ ജീവിതത്തിൽ എപ്പോഴും സ്വലാത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലാഹ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള ഒരേ ഒരു നേതാവ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ, എല്ലാറ്റിനേക്കാളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നമ്മളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ അടയാളം, ജീവിതത്തിൽ സ്വലാത്തുമായി ബന്ധമില്ല. ആ സ്വലാത്ത് കേട്ട്, മുത്തുനബിയുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലുന്നില്ല, സലാം പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ബറക്കത്തില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഒരു വിജയവുമില്ല. അല്ലാഹു കാക്കട്ടെ. ആമീൻ. രണ്ടാമത്തെ വിഷയം നമ്മളൊക്കെ ശ്രദ്ധിക്കണേ.
നമ്മളൊക്കെ ബാങ്ക് കേൾക്കാറുണ്ട് അല്ലെ? പള്ളിയുടെ അടുത്തൊക്കെ താമസിക്കുന്നവർ എത്ര വലിയ ഭാഗ്യവാന്മാരാ! 5 നേരവും ബാങ്ക് കേൾക്കല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമുക്കൊക്കെ. ആ ബാങ്കിന് നാം ഒരു റെസ്പെക്ട് കൊടുക്കാനുണ്ട് അല്ലെ? ആ ബാങ്കിനൊരു സന്തോഷം, ആ ബാങ്കിനൊരു ഹുർമത്ത്, അതിനെ നാം റെസ്പെക്ട് ചെയ്യണം. ബാങ്കിനെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ടല്ലേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ മിണ്ടാതെ. ഇവിടെ എന്റെ വിഷയം ശ്രദ്ധിക്കണേ. നമുക്കറിയാം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാള് സംസാരിച്ചാൽ പോലും അവന്റെ ആഖിബത്ത് അല്ലാഹ് അവൻ ഒരിക്കലും കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ലെന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് മനസ്സിലാകുന്നില്ല? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ സുബ്ഹാനല്ലാഹ് എത്ര ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അത് മനസ്സിലാക്കാത്ത പോലെ ഇരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന സമയം ആര് സംസാരിക്കുന്നു അവന് ദിക്ർ ചൊല്ലി മരിക്കാൻ, കലിമ ചൊല്ലി മരിക്കാൻ അവന് കഴിയില്ല. അവന്റെ നാവ് പിടപിടക്കുമെന്ന് കാരുണ്യത്തിന്റെ നേതാവ് ആരംഭ റസൂലുള്ളാഹി. എന്റെ വിഷയം അതല്ല. വിഷയം, രണ്ടാമത്തെ വിഷയം, ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ബാങ്കിനെ റെസ്പെക്ട് ചെയ്യാതെ, ആ ബാങ്കിനെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, അതിന് ജവാബ് കൊടുക്കാതെ, ബാങ്കിന്റെ ജവാബ് അറിയാലോ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലെ മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് ഇങ്ങനെ കേൾക്കുന്ന സമയം നമ്മളെന്താ? മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളും അതിന്റെ കൂടെ ഇങ്ങനെ ജവാബ് പറയും അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു സന്തോഷമാണ്! നമ്മൾ വല്ല പണിയിലാവും, ജോലിയിലാവും, മറ്റു എന്ത് തിരക്കിലായിക്കോട്ടെ, ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ ആ ഒരു സമയത്തിലെ, നമ്മളെല്ലാരും അങ്ങനെയല്ലേ? ഉമ്മമാരൊക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പോ പുറത്ത് അലക്കുന്ന ഒരു തിരക്കിലായിരിക്കും, മറ്റുള്ള തിരക്കിലാവും. എന്നാൽ ബാങ്ക് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മാക്സിയൊക്കെ ഒന്ന് കയറ്റി വെച്ച് മാക്സിയൊക്കെ ഒന്ന് താഴ്ത്തിയിട്ടില്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് നമ്മൾ ആ തലൊക്കെ ഒന്ന് മറച്ച് ഒന്ന് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും. ആ ബാങ്കിനോടുള്ള ഒരു റെസ്പെക്റ്റ് ആണ്, ആദരവാണ് അല്ലേ? എന്നാൽ ശ്രദ്ധിക്കണേ, ഒരു ഫംഗ്ഷൻ നടക്കും നമ്മളെ വീട്ടില്, ഒരു മൗലിദിന്റെ സദസ്സ് നടക്കുന്ന വെച്ചോളി, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരും അയൽവാസികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ബാങ്ക് കൊടുത്തു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പലപ്പോഴും പല സ്ഥലത്തും കണ്ടുവരുന്നതാ, ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായ വീട്ടിൽ ദിക്റുണ്ടാവും അല്ലെ? മഗ്രിബ് ഇശാഇന്റെ ഇടയിലൊക്കെ ദിക്റുണ്ടാവും. ആ ദിക്ർ എല്ലാ കുടുംബങ്ങളും കൂടി ദിക്ർ ചൊല്ലുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ അടുക്കളയിൽ നിന്ന് ആരോ, അതല്ലെങ്കിൽ പുറത്തു നിന്ന് ആരോ പറഞ്ഞു, എല്ലാരും ബാങ്ക് കൊടുക്കുന്നു. അപ്പൊ എല്ലാരും ദിക്ർ നിർത്തി. എന്നിട്ട് നമ്മൾ എല്ലാരും മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? ആ ബാങ്കിന് ജവാബ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മളെ എല്ലാരും അടുക്കളയിലും പുറത്തും കാരണവന്മാരും എല്ലാരും വർത്താനത്തിലാണ്. ഇത് ഞാൻ കണ്ട അനുഭവമാണ്. ഉണ്ടാവില്ല ഇത് അനുഭവം? എത്ര ആളുകളാണ് ബാങ്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ദിക്ർ നിർത്തി, മൗലിദ് നിർത്തി, എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളപ്പോഴും കലവില സംസാരം. സുബ്ഹാനല്ലാഹ്. ബാങ്ക് കേട്ടാൻ ബാങ്കിനൊരു ജവാബ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് അങ്ങാടിയിലൊക്കെ എത്ര ആളുകൾ ബാങ്ക് കേൾക്കുന്നുണ്ടല്ലേ? പള്ളിയിൽ പോകുന്നുണ്ടോ? അതന്നെ വേറെ വിഷയം അല്ലേ? ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ്. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുകയാണ്.
നമ്മള് പള്ളിയിലും പോകുന്നില്ല, മാത്രമല്ല ആ ബാങ്ക് കേട്ട് മിണ്ടാതിരിക്കുന്നില്ല, ആ ബാങ്കിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. നമ്മള് പണ്ടത്തെ ജങ്കരം തെങ്ങുമ്പോ തന്നെ അല്ലേ? അള്ളാഹു കാക്കട്ടെ മക്കളെ, ഇതൊരു തമാശയിൽ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നുള്ളൂ. അതിന്റെ ഗൗരവം വലുതാണ്, അതിന്റെ ഗൗരവം വലുതാണ്. അതുകൊണ്ട് ബാങ്കിനെ റെസ്പെക്ട് ചെയ്യുക, മിണ്ടാതിരിക്കുക, മാത്രമല്ല അതിന് ജവാബ് കൊടുക്കുക അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോ തന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്റുണ്ട് അല്ലേ? അതിന് ജവാബിനോടൊപ്പം തന്നെ നമ്മൾ തള്ളവരിലൂതി കണ്ണിൽ ഇങ്ങനെ തടവുക. നമ്മളെ കണ്ണിന് നല്ല പവർ ഉണ്ടാവും, നല്ല കാഴ്ച ശക്തി കിട്ടും. എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് കടക്കുകയില്ല, പറഞ്ഞപ്പോ അതങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിനെ നാം റെസ്പെക്ട് ചെയ്യുക, ആദരിക്കുക, അതിന് ജവാബ് കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത ആളുകൾ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അറിഞ്ഞിട്ടും ആ ബാങ്കിനെ റെസ്പെക്ട് ചെയ്യാതെ, ആ ബാങ്കിനെ ബഹുമാനിക്കാതെ വർത്താനം പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, വിജയം ഉണ്ടാവില്ല. മഹാന്മാര് പറയുകയാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ചെറിയൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, ആ സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടോ? അല്ലാഹു കാക്കട്ടെ. ഒരു മനുഷ്യൻ ഒരാളോടൊരു സഹായം ചോദിച്ചു. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണ്ടേ? പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണ്ട. അതൊരു നല്ല സ്വഭാവമല്ലേ, ഒരു നന്മയല്ലേ മക്കളെ? അത് ചെയ്യാതിരിക്കുന്ന സ്വഭാവം. ഒരു ഉദാഹരണം പറയും, ചെറിയ ഒരു ഉദാഹരണം. നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്, എങ്ങോട്ടായിക്കോട്ടെ ഒരു യാത്ര പോവുക. ആ സമയത്ത് വണ്ടി നിർത്തി നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. അടുത്ത് കണ്ട ആളോട്, അങ്ങാടിയിലോ അല്ലെങ്കിൽ കടയിലോ കണ്ട ആളുകളോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി. അപ്പൊ നമ്മള് അത് അറിയാം, എന്നാലും പറഞ്ഞു കൊടുക്കാൻ അവൾക്കൊരു മനസ്സില്ല. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാരൊന്നും ഞാൻ ഇവിടുത്തെ ആളല്ലേ, അത് അപ്പുറത്ത് ചോദിച്ചു, അങ്ങാടി ചോദിച്ചു, അല്ലെങ്കിൽ ആ കടക്കാരോട് ചോദിച്ചു, ആ ഊട്ടക്കാരോട് ചോദിച്ചു, ഓനക്കറിയാം പക്ഷെ പറയില്ല. എന്തോ ഇപ്പൊ വേറെ ആരെങ്കിലും ചോദിച്ചാലോ അതും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരൂ എന്നുള്ളത് അല്ലാഹു അഅലം അല്ലേ? മനുഷ്യനെ ചുറ്റിക്കുന്ന ഒരു കാലം. ഒരു നന്മ പറഞ്ഞു ഇല്ല. നല്ല കാര്യം ചോദിച്ചാല് അത് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കണം, മനസ്സില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? ഈ അടുത്തൊരാള് ഇന്റർവ്യൂ കേൾക്കാനിടയായി. അയാള് പറയുന്നുണ്ട്, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എല്ലാം അങ്ങ് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ടാവൂല, എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്യും, എല്ലാം ഉൾക്കൊള്ളാനൊന്നും എന്നെ കൊണ്ടാവൂല. എത്ര വൃത്തികെട്ട ഒരു സംസാരമാണ് അത് പറഞ്ഞത്. ഇവർക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം അല്ലേ? കുറെ പണവും സ്വാധീനവും ഒക്കെ ഉണ്ടായാൽ അങ്ങ് പടച്ചോനെ മറക്കല കുറെ ആളുകൾ. അല്ലാഹു കാക്കട്ടെ. വേറെ കുറെ ആളുകൾക്ക് ഉസ്താദുമാര് ഓൺലൈനിലൂടെ നല്ലത് പറഞ്ഞു കൊടുത്താല് ആ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരെ ബഹുമാനിക്കണോ വേണ്ടെന്നുള്ള വേറെ വിഷയം. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഉസ്താദുമാരെ ബഹുമാനിക്കണോട്ടോ, ആദരിക്കണോട്ടോ, അത് വേറെ. ഞാൻ പറഞ്ഞത് നല്ല കാര്യം പറഞ്ഞത്, അത് നല്ലത് എടുക്കുകയില്ല, പോരാത്തതിനോ തിരിച്ച് തിരിച്ച് അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക അല്ലെ? സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാലും അതേ ഉള്ളൂ അല്ലെ? ഉസ്താദുമാര് നല്ലത് പറയുമ്പോ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെടുക്കണ്ട, നീയും പഠിച്ചവനായില്ലേ? ദീൻ പറയേണ്ടവർ പറയുക തന്നെ ചെയ്യും. അത് അവരുടെ ബാധ്യതയല്ലേ, അവരെ ഏൽപ്പിക്കപ്പെട്ടതല്ലേ, അവരത് പറയണ്ടേ സമൂഹത്തോട്. സമൂഹത്തിൽ നടക്കുന്നത് പരസ്യമായി തന്നെ പറയണം. അപ്പൊ അത് കേട്ടില്ല എന്നുള്ളത് പോട്ടെ, തിരിച്ച് അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
പുഞ്ചിരി പുഞ്ചിരി ധർമ്മമാണെന്ന് പഠിപ്പിച്ചു ആര്? പൊന്നാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, അത് ധർമ്മമാണ്, സ്വതഖയാണ്, പ്രതിഫലമാണ്, കൂലിയാണ്. എന്ന് ചിരിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളല്ലേ. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചാൽ എന്താ വരാൻ പോണു? ആകാശം ഇടിഞ്ഞു വീഴും. ഒന്ന് ചിരിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചാൽ എന്താ വരാൻ പോകുന്നത്? ഈഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം അല്ലെ? അതൊക്കെ മനസ്സിൽ കണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ ദ്രോഹിച്ചനേര പുഞ്ചിരി തൂകിയാമുല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്ത് കാർക്കിച്ചു തുപ്പി അവിടുത്തെ ആ പൂമേനിയിൽ ചപ്പ് ചവറുകൾ വാരിയെറിഞ്ഞു സുജൂദിൽ കിടന്ന മുത്തുനബിയുടെ ശരീരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് സ്വന്തം നാട്ടുകാർ ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കി ഓടിച്ചു വിട്ടു, കല്ലെറിഞ്ഞു, രക്തം വന്നു, വല്ലാതെ വേദനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, ഈ ഭൂമി അങ്ങ് അട്ടിമറിക്കട്ടെ നബിയെ, അവരെ അങ്ങ് നശിപ്പിച്ച് കളയട്ടെ. വേണ്ട വേണ്ട ജിബ്രീലേ, അവർ പാവങ്ങളാണ്, അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു നബിയുടെ ഉമ്മത്തല്ലേ നമ്മൾ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമുക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ഈഗോയും പ്രതികാരവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? തൗബന്റെ മജ്ലിസ് നടക്കുമ്പോ ദുആ ചെയ്യുമ്പോ ഉസ്താദ് പറയുന്നു, ഇത് ചരിത്രമാ, പഠിക്കണം. ഈ കൂട്ടത്തിൽ, ഈ മജ്ലിസിൽ വന്ന കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? കുടുംബവുമായി തെറ്റി നിൽക്കുന്നവരുണ്ടോ? അവരിവിടുന്ന് എഴുന്നേറ്റ് പോകണം. നമ്മുടെ ദുആ പോലും സ്വീകരിക്കൂല. വാപ്പയോട് മിണ്ടുന്നില്ല, ഉമ്മച്ചിയോട് മിണ്ടുന്നില്ല. എന്തിനാ പൊന്നുമക്കളെ? സ്വന്തം മാതാപിതാക്കളല്ലേ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരോട് നമ്മളല്ലേ മിണ്ടേണ്ടത്? നമ്മുടെ ഉമ്മച്ചിയല്ലടോ, നമ്മുടെ വാപ്പച്ചിയല്ലേ, നമ്മുടെ സ്വന്തം ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ പൊന്നുമക്കള് പിണങ്ങി നിൽക്കാൻ. അങ്ങനെ എത്ര ആളുകളുണ്ട്, അല്ലാഹു കാക്കട്ടെ. പറഞ്ഞു വന്നത്, ഒരാളൊരു സഹായം ചോദിച്ചാൽ, ഒരു സഹായം കൊണ്ട് പറഞ്ഞാൽ കഴിയുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. കഴിയുന്നതായിട്ട് പോലും അത് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല, ഒരു ബറക്കത്തുമില്ല, ഒരു വിജയവുമില്ല, ഒരു സമാധാനവുമില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. നീണ്ടുപോയോ? സമയം കൂടുതലായി, കുറെ ഉണ്ടല്ലോ വിശദീകരിക്കാൻ. നാലാമതായി വളരെ ശ്രദ്ധിക്കേണ്ടത്, നാം നമസ്കാരം കഴിഞ്ഞാൽ നമസ്കരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പള്ളി വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, ളുഹർ 4 റക്അത്താണ് നമുക്കൊക്കെ അറിയാം. വെള്ളിയാഴ്ചയുടെ 2 റക്അത്തായി, ബാക്കി 2 റക്അത്ത് എവിടെ പോയി? അതാ വെള്ളിയാഴ്ചക്ക് ജുമുഅക്ക് മുമ്പുള്ള ഖുതുബയില്ലേ, നിസ്കാരത്തിന് മുമ്പുള്ള ഖുതുബയാണല്ലോ. ആ ഖുതുബന്റെ സമയത്ത് നാം എത്തിപ്പെടാറുണ്ടോ? അങ്ങാടിയിൽ വർത്തമാനം പറഞ്ഞ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, അവിടെ വർത്താനം പറഞ്ഞ് ഇവിടെ വർത്താനം പറഞ്ഞ് നിസ്കരിക്കാൻ ഇമാം കൈ കെട്ടും അങ്ങോട്ട് ചെല്ലാം. ആ നിലക്ക് 2 റക്അത്ത് പോയി. നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്, ഖുതുബക്ക് മുമ്പ് എത്തിയില്ല. നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. അവന് ജുമയില്ല, അവന് ജുമഅ ലഭിക്കുകയില്ല.
الجمعة حج الفقراء والمساكين وعيد المؤمنين. മുഅ്മിനീങ്ങൾ പാവങ്ങളുടെ ഹജ്ജാണ്, പാവങ്ങളുടെ പെരുന്നാളാണ് ജുമുഅ നമസ്കാരം. അല്ലേ? ആ ഖുത്ബന്റെ സമയത്ത് നാം പള്ളിയിൽ എത്തിപ്പെടുന്നുണ്ടോ? ഇല്ല. നേരത്തെ എത്തിയിട്ടുണ്ടാകും, പക്ഷെ പള്ളിയുടെ പുറത്തോ അങ്ങാടിയിലോ കവാടത്തിന്റെ അവിടെയോ. ഇനിയിപ്പോ പള്ളിയുടെ ഉള്ളിൽ കയറിയ നമ്മളെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? വർത്താനം പറഞ്ഞ് മൊബൈൽ നോക്കി കുറഞ്ഞ സമയമൊന്നും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ നിസ്കാരം, സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിസ്കാരം കഴിഞ്ഞ് ഒരു കുറഞ്ഞ സമയം ദുആ ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത ആള്. നമുക്ക് വേണ്ടിയോ ഇല്ല, നമ്മുടെ കുടുംബങ്ങൾക്കും ഇല്ല, ലോക മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ, അതുപോലെ ദുആ ചെയ്യാൻ സമയം കണ്ടെത്താത്ത ആളുകൾ. സലാം വീട്ടിയാൽ നമ്മളൊക്കെ എന്താ അവസ്ഥ? സലാം ഖതീബ് രണ്ടാമത് സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഒന്ന് തിരിഞ്ഞു. രണ്ടാമത് തിരിയുമ്പോഴേക്കും വണ്ടിയുടെ സൗണ്ട്, ബൈക്കിന്റെയും ബഹളങ്ങളും എത്തിണ്ടാവും. പിന്നെ എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുക മക്കളെ? എങ്ങനെയാ നമുക്ക് സന്തോഷം ഉണ്ടാവുക? നമുക്ക് എങ്ങനെയാ വിജയം ഉണ്ടാകുക? അല്ലാഹു പറഞ്ഞത് വെറുതെ അല്ല. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അല്ലാഹു പറഞ്ഞത് വെറുതെ അല്ലല്ലോ. നമുക്കെന്നും പ്രശ്നങ്ങൾ, ആ ജീവിതത്തിൽ ബറക്കത്തില്ല, സന്തോഷമില്ല. എന്താ കാരണം? അത് നമ്മൾ തന്നെയാ. നമ്മൾ സ്വന്തം നമ്മുടെ മനസ്സിൽ നെഞ്ചിൽ കൈവച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, ഞാൻ എന്താ അവസ്ഥ? ഞാൻ സ്വലാത്ത് ഇല്ലാറുണ്ടോ? ഉസ്താദ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ആത്മാർത്ഥമായി എൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ, എൻ്റെ വിഷമങ്ങൾ മാറാനല്ലാതെ ഞാൻ സത്യത്തിൽ സ്വലാത്തില്ലെന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയാണ് അതിൻ്റെ കണക്ക്? ഉണ്ടെങ്കിൽ എത്രത്തോളം അതിന് ശ്രദ്ധയുണ്ട്? അറിയില്ല. രണ്ടാമത്തതോ, ബാങ്കിന് ഞാൻ ജവാബ് കൊടുക്കാറുണ്ടോ? ഞാൻ ബാങ്ക് ശ്രദ്ധിക്കാറുണ്ടോ? ഇത്ര അടുത്ത് പള്ളി ഉണ്ടായിട്ട് ഇത്രയും അടുത്ത് നിന്ന് ബാങ്ക് കേട്ടിട്ടും ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ടോ? ജവാബ് കൊടുക്കാറുണ്ടോ? സംസാരിക്കാതിരിക്കാറുണ്ടോ? ഞാനടക്കം നമ്മളൊക്കെ ഒന്നത് ചിന്തിച്ച് മനസ്സിലാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് നാം കടന്നു വരിക. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമതായി പറഞ്ഞത്, ഒരാളൊരു സഹായം ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതായിട്ട് നമ്മളത് പറഞ്ഞില്ല. നമ്മുടെ അയൽവാസികളോ നമ്മുടെ ഫാമിലിയോ ആരും ആവട്ടെ, നമ്മുടെ ഫ്രണ്ട്സോ ആരും ആവട്ടെ, നമുക്ക് അറിയുന്നൊരു വിഷയം നമ്മൾ അങ്ങനെയാണല്ലോ. നമുക്കൊരു സൗഭാഗ്യം കിട്ടിയാൽ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം പൊതുവെ നമുക്കുണ്ട്. അല്ലാഹു കാക്കട്ടെ. എനിക്കാ സൗഭാഗ്യം കിട്ടി, അവർക്കും അത് കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കൂല. എനിക്ക് കിട്ടി ഇത് നമ്മളതിങ്ങനെ അഭിമാനത്തോടെ പറയും. മറ്റുള്ളവർക്ക് നമ്മളത് ഷെയർ ചെയ്യൂല. അങ്ങനെ ചെയ്തിട്ട് അവിടെ പോയി എനിക്ക് അത് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഉണ്ട്, നമ്മളതൊന്നും പറയില്ല. നമുക്ക് മാത്രം അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് അല്ലേ? അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നല്ല കാര്യം ഒരാൾ ചോദിച്ചിട്ടും അറിഞ്ഞിട്ട് പോലും, അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞിട്ട് പോലും അതിനെ പ്രതികരിക്കാതെ, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ മാറി നിൽക്കുന്ന ആള്. 3 അല്ലേ? നാലാമത്തത് പ്രാർത്ഥന. നമസ്കാരത്തിന് ശേഷം നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ മുഅ്മിനീങ്ങൾക്കോ വേണ്ടി ദുആ ചെയ്യാൻ പോലും മനസ്സില്ല. 4 കാര്യങ്ങൾ. സ്വലാത്ത്, നബിയുടെ സ്വലാത്ത്. 2 എന്താ പറ? ബാങ്കിന്റെ ജവാബ്. 3 ഒരാൾക്കൊരു സഹായം. നമ്മളെ കൊണ്ട് കഴിയുമെന്നറിഞ്ഞിട്ടും സഹായം ചെയ്യാതിരിക്കുക. 4മത്തത് പ്രാർത്ഥന. ഈ 4 സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നല്ല സന്മാർഗത്തിലേക്ക്, നേരായ വഴിയിലേക്ക് വരാൻ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ 4 സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. അത് തുടരാനാണ് ഭാവമെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, സന്തോഷമില്ല,
വിജയമില്ല, ഒരു ബറക്കത്തുമില്ല. അല്ലാഹു കാക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പുന്നാര തങ്ങളെ സ്വലാത്തു ചൊല്ലി അല്ലാഹ് നിന്നെ പേടിച്ചുകൊണ്ട് തഖ്വയിൽ ഖുശൂഅോടെ ഇഖ്ലാസോടെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്, പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായം കഴിഞ്ഞ് പോലെ നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്, പാവങ്ങൾ. അല്ലാഹുവേ നല്ല ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി